40 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം. അതെ അതെ, 40 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം. എവിടേക്കോ നമ്മളൊക്കെ വിചാരിച്ച അച്ഛന്റെ ആത്മാവും ചിലപ്പോ ഇത് കണ്ട് ഉറപ്പായിട്ട് സന്തോഷിക്കുന്നുണ്ടാവും. കാരണം അമ്മ ഒരിക്കലും ഗ്ലൂമി ആയിട്ട് ഒരു സൈഡിൽ ഇരിക്കണമെന്ന് ആലോചിച്ച പ്രവർത്തിച്ച ഒരാളെ അല്ല നമ്മുടെ അച്ഛൻ. 66-കാരൻ ജയപ്രകാശ് 59-കാരി രശ്മിയെ ഈ കഴിഞ്ഞ ദിവസം കല്യാണം കഴിച്ച വിവരം സോഷ്യൽ മീഡിയ വഴി പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ? തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. വേറൊന്നുമല്ല, വലിയ കടുകട്ടി ചോദ്യമൊന്നുമല്ല, ഒരു ചെറിയ ചോദ്യം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവർ തമ്മിൽ കല്യാണം കഴിച്ചതിൽ? പ്രശ്നമില്ലാത്തവർ മാത്രം ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ലടാ എന്ന് താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടാൻ പറ്റുമോ? വലിയ സെൻറ്റൻസ് ഒന്നും അല്ല, ചെറിയ സെൻറ്റൻസാ. ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയിടാൻ പറ്റുമോ? അല്ല, ഞാൻ വേറൊന്നും കൊണ്ടല്ല ഇത് ചോദിച്ചത്. കുറെ ആൻറ്റിമാർക്കും അങ്കിളുമാർക്കും അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലടേ. ഇവരുടെ വീഡിയോ എവിടൊക്കെ കാണുന്നോ അവിടെയൊക്കെ ചെന്നിട്ട് കാണാ കോണ അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിന്? അല്ല, ചില ആളുകൾ അങ്ങനെ എഴുതി വിടുന്നതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ചില ഓൺലൈൻ ചേട്ടന്മാരുടെ ഒരു കാടി, അങ്ങനെ തന്നെ പറയണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ചില ആളുകൾ, നമ്മുടെയൊക്കെ പ്രേക്ഷകരായിരിക്കത്തില്ല, വേറെ ആരുടെയൊക്കെയോ പ്രേക്ഷകർ ഈ കമൻറ്റ് ബോക്സിൽ അനാവശ്യം ടൈപ്പ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. വിശദമായിട്ട് നമുക്ക് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയാലോ. 2 പാവപ്പെട്ട ആളുകൾ, ജയപ്രകാശും രശ്മി ചേച്ചി, 2 പേരുടെയും പാർട്ട്നേഴ്സും മരിച്ചുപോയി. ഇവർക്ക് 2 പേർക്കും പണ്ടേ അറിയാം. അടുത്തടുത്ത വീട്ടിലായിരുന്നു താമസം. മനസ്സിലായില്ലേ? അവരുടെ ചെറുപ്പകാലത്ത് അന്ന് ഈ ചേട്ടന് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു ചേച്ചിയോട്. പറയാനൊക്കെ ട്രൈ ചെയ്തു. പിന്നെ അന്നത്തെ കാലമാണല്ലോ, അങ്ങോട്ട് പെട്ടെന്ന് ഇപ്പോഴത്തെ പോലെ അങ്ങോട്ട് ചാടിക്കറി ഡൂഡ് കം ഹിയർ ഐ ലവ് യു ബാ പോയേക്കാം, ആ പരിപാടി ഒന്നും നടക്കത്തില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ചേട്ടന് ഇഷ്ടം ഉണ്ടായിരുന്നു, ചേച്ചി അത് അറിയിക്കാൻ പറ്റിയില്ല. അവർ 2 പേരും വേറെ വേറെ ആൾക്കാരെ കല്യാണം കഴിച്ച് പോയി. 2 പേർക്കും നല്ല കുടുംബജീവിതം കിട്ടി. 2 പേരുടെയും പാർട്ട്നേഴ്സും മരിച്ചു. പ്രായം ഇത്രയായി. അവർ 2 പേരും ഇപ്പതാ ഒന്നിച്ചങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങി. എനിക്ക് അതിനകത്ത് ഒരു തെറ്റും തോന്നുന്നില്ല. അവരുടെ 2 പേരുടെയും മക്കളുണ്ട്. മക്കൾക്കൊക്കെ ഫുൾ സപ്പോർട്ടാണ് മക്കളുടെ വക. പിന്നെന്താ കുഴപ്പം? പിന്നെ ആർക്കാ ഇത്ര കാടി? എനിക്കറിയാൻ പാടില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആ മക്കൾക്കൊരു കയ്യടി കൊടുക്കണം. അവർക്ക് കയ്യടി കൊടുത്ത് തുടങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിച്ച ഈ ഒരു വീഡിയോ. സീരിയസ്ലി. കാരണം സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും പ്രായം ഇത്രയായി അവർക്ക്. മനസ്സിലായില്ലേ? ഒറ്റപ്പെടൽ. ആ രശ്മി എന്ന് പറയുന്ന ചേച്ചി 10 വർഷമായി, അവരുടെ ഭർത്താവ് മരിച്ചിട്ട് 10 വർഷമായിട്ട് ഒറ്റയ്ക്കാണ്. ഇനിയെങ്കിലും അവർക്കൊരു കൂട്ട് വേണ്ടേ? ആ ചേട്ടൻ്റെ ജയപ്രകാശിൻ്റെ, പുള്ളിയുടെ ഭാര്യ മരിച്ചിട്ട് 5 കൊല്ലമായി. പുള്ളിക്കിനി ഒരു കൂട്ട് വേണ്ടേ? എനിക്ക് തോന്നുന്നു അവർക്ക് കൂട്ട് വേണം. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സ്നേഹിക്കട്ടോ. ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ, സ്നേഹിക്കട്ടെ. ഇവിടെ പ്രശ്നം വന്നത് എന്താണെന്നറിയോ? ചില ആളുകൾ വന്ന് ഈ കമൻറ്റ് ബോക്സിൽ അപരാധം എഴുതാൻ കാരണം, ആളുകളെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കല്യാണം കഴിഞ്ഞ വേളയിൽ ആ ദിവസം നമ്മുടെ ഓൺലൈൻ ചേട്ടന്മാരുണ്ടായിരുന്നേ വീഡിയോ എടുക്കാനായിട്ട്. അപ്പം അതിലെ ഒരു ചേട്ടൻ്റെ ചോദ്യം, അതിൽ ഈ ചേച്ചി പറഞ്ഞ മറുപടി അത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. അതാണ് പ്രശ്നമായി പോയത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ആ പറഞ്ഞതിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? വേണ്ട, അത് വേണ്ട. ഇവരിനിയും ഒളിച്ചോടി കല്യാണം കഴിച്ചതാണോ എന്നുള്ള സംശയമുണ്ട് ചില ആളുകൾക്ക്. നമുക്ക് ആ സംശയം തന്നെ അങ്ങ് തീർക്കാൻ തുടക്കത്തി. എന്നിട്ട് ബാക്കി അത്യാവശ്യം പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഇവരുടെ കല്യാണത്തിന്. തല മൂത്ത ആളൊക്കെയാണ് കൈ പിടിച്ചു കൊടുക്കുന്നത്. ഇതാ വീഡിയോ ഒന്ന് കണ്ടേ. ഇവിടെ നോക്കിക്കട്ടെ ക്യാമറയിലേക്ക്. ഓക്കെ. മതിയല്ലോ അല്ലേ? കൂടുതലൊന്നും വേണ്ടല്ലോ. അവരുടെ പ്രായമുള്ള ആളാണ് കൈ പിടിച്ചു കൊടുത്തതെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അവരെക്കാട്ടിലും ഇച്ചിരി എന്തോ പ്രായം കൂടിയൊരു വ്യക്തിയാണ് എന്തായാലും കൈയൊക്കെ പിടിച്ചു കൊടുത്തത്. ഒളിച്ചോടിയൊന്നുമല്ല എന്തായാലും. മനസ്സിലായില്ലേ? പിന്നെ അവരുടെ 2 പേരുടെയും മക്കളൊക്കെ അവിടെ ഉണ്ട്. പിടികിട്ടിയോ? അവരുടെ മക്കൾ തന്നെ ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ വന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇൻ്റർവ്യൂ, ഇപ്പം അവരാണ് ഇൻ്റർവ്യൂ സ്റ്റാർസ്. ഈ ചേട്ടനും ചേച്ചിയും ഇപ്പോൾ ഇതാ ചാനലിലൊക്കെ കയറി ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. കൊടുക്കട്ടെ, നല്ല കാര്യം. അവരങ്ങോട്ട് പൊളിക്കട്ടെന്നേ. വേറൊരു സീരിയൽ താരം ഉണ്ടായിരുന്നല്ലോ കുറച്ചു കാലം മുമ്പ്, ഒരു വെള്ളത്താടിയൊക്കെ ആയിട്ടൊരു ചേട്ടൻ. അവർ നല്ല രീതിയിൽ തെറി കേട്ടതായിരുന്നു. പക്ഷെ ഇവരുടെ ഈ കേസിലേക്ക് വരുമ്പോൾ ഫുൾ എനിക്കിതിനകത്ത് തെറ്റ് തോന്നുന്നില്ല, ഒന്നും പറയാൻ തോന്നുന്നില്ല. ചില ആളുകൾ തെറ്റ് പറയുന്നതിൻ്റെ ഒരു കാരണം ഈ ഒരു വീഡിയോ ആണ്. ഇത് നിങ്ങൾ കാണുക, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അയ്യോ അത് വേണ്ട. അതിനു മുമ്പ് വേറൊരു കാര്യം നിങ്ങളെ കാണിക്കാനുണ്ട്. അതായത് ഈ ചേച്ചിയുടെ 2 പെമ്മക്കളുണ്ട്. അവരൊരു കാര്യം പറയുന്നുണ്ട്.
അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള വീഡിയോകളിലേക്ക് പോകാം. പിന്നെ എവിടേക്കോ നമ്മളൊക്കെ വിചാരിച്ച അച്ഛന്റെ ആത്മാവും ചിലപ്പോ ഇത് കണ്ട് ഉറപ്പായിട്ട് സന്തോഷിക്കുന്നുണ്ടാവും. കാരണം അമ്മ ഒരിക്കലും ഗ്ലൂമി ആയിട്ട് ഒരു സൈഡിൽ ഇരിക്കണമെന്ന് ആലോചിച്ച പ്രവർത്തിച്ച ഒരാളെ അല്ലേ നമ്മുടെ അച്ഛൻ. ഒറ്റപ്പെട്ടു പോകരുതെന്ന് അച്ഛന് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഈവൻ അച്ഛൻ അവസാനം പറയായിരുന്നു, നിന്നെ ഒരു കാരുടെയെങ്കിലും കയ്യിൽ പിടിച്ചേൽപ്പിക്കണം എന്നൊക്കെ അച്ഛൻ പറയായിരുന്നു. തമാശയ്ക്കായിരിക്കാം, പക്ഷെ എങ്കിൽ പോലും അച്ഛൻ അത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ വല്യമാമനും അന്ന് വന്നപ്പോ പറഞ്ഞിരുന്ന മോഹന്റെ അവസാനത്തെ ആഗ്രഹം എന്ന് പറയുന്നത് വല്യമാമന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്നെ ഒരാളെ ഏൽപ്പിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷെ അമ്മ അതിനൊന്നും തയ്യാറായിരുന്നില്ല ഇത്രയും വർഷം. ഇപ്പോഴാണ് അമ്മ ഓക്കെ ആയത്. അതിപ്പോ 15 വർഷം കഴിഞ്ഞിട്ടാണ് അമ്മ ഓക്കെ ആണെങ്കിൽ അപ്പം അമ്മയ്ക്ക് ഒരു റൈറ്റ് പേഴ്സൺ ഫീൽ ചെയ്താൽ ഞങ്ങൾ അപ്പം വേണമെങ്കിൽ 70 വയസ്സിലാണെങ്കിൽ അമ്മ ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ ഓക്കെയാണ്. അച്ഛൻ പെട്ടെന്ന് കുറച്ച് വയ്യാതെ കിടന്നു. അച്ഛന് ഞാനൊരു 10th ആയപ്പോ തൊട്ടേ അച്ഛന് വയ്യായ്മ ഉണ്ടായിരുന്നു. അച്ഛന് ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അച്ഛന് സെക്കൻഡറീസ് വന്നു. അച്ഛൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ നമുക്ക് ഒരു കുഞ്ഞിനെ നോക്കണ പോലെയാണ് അമ്മ അച്ഛനെ നോക്കിയത്. അത്രയ്ക്ക് എത്ര നല്ലതായിട്ട് എനിക്കറിയില്ല. ഒരു പ്രാവശ്യം പോലും നെറ്റി ചുളുങ്ങാണ്ട് അല്ലെങ്കിൽ ഒരു മടുപ്പ് തോന്നാണ്ട് അങ്ങനെ അച്ഛനെ നോക്കാൻ പറ്റുന്നത് അമ്മയുടെ വളരെ ചെറുപ്പത്തിലെ പ്രായത്തിലാണ്. അമ്മ 49ാമത്തെ വയസ്സിലാണ് അമ്മയ്ക്ക് അച്ഛൻ നഷ്ടപ്പെടുന്നത്. അപ്പം അതിനൊരു 10 വർഷം മുന്നേ തൊട്ട് അച്ഛൻ അസുഖമാണ്. 39 വയസ്സ് തൊട്ട് അമ്മയുടെ 39 വയസ്സ് തൊട്ട് അച്ഛന് വയ്യാണ്ടിരിക്കുക, അച്ഛന്റെ 40s. അപ്പൊ ആ സമയം തൊട്ടേ അച്ഛനെ നോക്കുന്നു, അച്ഛന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അച്ഛന്റെ ഫുഡിന് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് എല്ലാം അച്ഛന് വേണ്ടി മാറുകയാണ്. അപ്പം അച്ഛന് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. എണ്ണയില്ല, എരിവില്ല, പുളിയില്ല, അങ്ങനത്തെ ഉള്ള ഫുഡ്സും കാര്യങ്ങളും ഒക്കെ. ബാക്ക് ടു ബാക്ക് കുറെ സർജറീസ് വന്നു. ഈ സമയത്തൊക്കെ അച്ഛൻ, ഞാൻ, അമ്മ, ചേച്ചി ഈ 4 പേരെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞത് പിന്നീടാണ് ഞങ്ങളുടെ. അപ്പൊ ആ സമയത്തൊന്നും ആരും ഇല്ലായിരുന്നു. നമുക്ക് കരയാനാണെങ്കിലും നമ്മുടെ ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ടുകൾ പറയാനാണെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ സമയത്ത് സഹായിച്ചു. അവരുടെയൊക്കെ കടങ്ങളൊക്കെ അപ്പൊ തന്നെ നമുക്ക് ദൈവം സഹായിച്ചു അതൊക്കെ തീർക്കാൻ പറ്റി. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പം അച്ഛൻ ആ സമയത്ത് കുറെ സ്ട്രഗിൾ ചെയ്തതിന്റെ ഇരട്ടി അമ്മ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടോണ്ടിരിക്കും. സ്വന്തം അമ്മ അവരെ ഇപ്പം രണ്ടാമത് വേറെ കല്യാണം കഴിപ്പിച്ചു 2 മക്കളും ചേർന്ന്. ആ മക്കൾ ഇപ്പോഴും എന്ത് പ്രൗഡാണ് അമ്മയെ പറ്റി പറയുന്നത് കേട്ടില്ലേ. അവരുടെ അച്ഛൻ, അതായത് രശ്മിയുടെ മരിച്ചുപോയ ഭർത്താവ്, അദ്ദേഹത്തിനെ വളരെ നന്നായിട്ടാണ് രശ്മി എന്ന് പറയുന്ന ലേഡി നോക്കിയത്. അല്ലാതെ താൻ ചത്തുപോടോ, തന്നെ ഞാൻ ഡെയിലി ചവിട്ടുപോടോ, ഇടിക്കുവോടോ, ആ പരിപാടിയിലൊന്നും അല്ലായിരുന്നു. വളരെ നീറ്റായിട്ട്. കാരണം ആ പുള്ളിയും അതുപോലെ ആയിരുന്നു. ഒരു കുടുംബമാകുമ്പോൾ 2 പേരുടെ സൈഡിൽ നല്ല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റും നല്ല രീതിയിൽ നിൽക്കണം, എങ്കിലൊക്കെ നന്നായിട്ട് പോവുള്ളൂ. ഇവിടെ ആ വ്യക്തിക്ക് വയ്യായിരുന്നു. മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെ 40ാം വയസ്സ് തൊട്ടേ അദ്ദേഹത്തിന് വയ്യ. എന്നിട്ടും അയാളെ ഉപേക്ഷിക്കാതെ അയാളെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്തു. മക്കളാണിത് പറയുന്നത്, രശ്മി അല്ല പറയുന്നത്. മനസ്സിലായില്ല? ആ ലേഡി അല്ല പറയുന്നത്, മക്കളാണ് പറയുന്നത്. കണ്ടു വളർന്ന മക്കൾ. അച്ഛനെ അതുപോലെ ടേക്ക് കെയർ ചെയ്തു അമ്മ. ഒരുപാട് അമ്മ സഹിച്ചു. ഇനിയും അച്ഛൻ മരിച്ചതിന് ശേഷം 15 വർഷത്തോളം അമ്മ ഒറ്റയ്ക്കായിരുന്നു. ഇനി അമ്മയ്ക്കൊരു കൂട്ട് വേണ്ടേ? അല്ല, അവരാ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. സീരിയസ്ലി എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എന്തെങ്കിലും തെറ്റ്? ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്ന ആളുകളെല്ലാം അത്യാവശ്യം ബോധമുള്ളവരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ ചാനലിലേക്ക് അത്യാവശ്യം വിവേകമുള്ള ആളുകളെ വരാറുള്ളൂ. പ്രത്യേകിച്ച് യൂഷ്വൽ സൈക്കോ എന്നുള്ളൊരു ചാനലിലേക്ക്. ഇച്ചിരി സൈക്കോത്തരം ഉണ്ടെങ്കിലും അത്യാവശ്യം സൈക്കോകൾക്കെല്ലാം, എന്നെപ്പോലുള്ള ഇച്ചിരി സൈക്കോകൾക്കെല്ലാം അത്യാവശ്യം ബോധം കാണുമോടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ കാണാൻ വരുന്ന അത്യാവശ്യം ബോധമുള്ളവരായിരിക്കും, വിവേകമുള്ളവരായിരിക്കും. അവർക്ക് മനസ്സിലാവും ഇല്ലേ? എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ആ പിള്ളേർക്കൊരു കയ്യടി അങ്ങോട്ട് കൊടുക്കാൻ മാത്രമേ തോന്നുള്ളൂ. അല്ലാതെ മാറിയിരുന്നവരെ തെറി പറയാൻ എനിക്ക് തോന്നുന്നില്ല. ആ ലേഡിക്കും അവരും ഒരുപാട് കയ്യടിക്ക് അർഹ തന്നെയാണ് അല്ലേ? എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഇനി നമുക്ക് മെയിൻ ഒരു വീഡിയോയിലേക്ക് പോകാം. മെയിൻ വീഡിയോ. എന്തിനാണ് ഈ ചേട്ടനും ചേച്ചിയെയും ഇത്രയും ചില ആളുകൾ വന്ന് അപരാധിക്കുന്നത് എന്നുള്ളതിനുള്ള റീസൺ ആണ് ഈ വീഡിയോ. ഇതിനകത്ത് ഒരു കുഞ്ഞ് വീഡിയോഗ്രാഫർ, നമ്മുടെ ഈ ഓൺലൈൻ മീഡിയ കുട്ടൻ, വീഡിയോ എടുക്കുന്നവൻ എന്തോ അപരാധം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര പ്രശ്നമായത്. കേട്ടോ, ചേച്ചിയും കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ചേച്ചി നിന്നങ്ങ് ആ 40 വർഷമായിട്ട് പ്രണയമായി. 40 വർഷങ്ങൾക്ക് മുമ്പേ അറിയാം, ചെറിയൊരു ഇഷ്ടം പുള്ളിക്കുണ്ടായിരുന്നു. അതാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞപ്പോൾ മൊത്തത്തിൽ കുളമായി പോയി, കയ്യിൽ നിന്ന് പോയി. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവരിപ്പോൾ ഇൻ്റർവ്യൂ കൊടുത്തപ്പോഴൊക്കെ അതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ്. ഇതൊന്ന് കാണ്, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. പറഞ്ഞ 2 എപ്പിസോഡ് വേണ്ടി വരും. ഞങ്ങൾ അയൽക്കാരാണ്. കൊല്ലത്ത് മുണ്ടക്കൽ നമ്മുടെ വീട് അടുത്ത് തന്നെയാണ്. ഒരു 40 വർഷം മുമ്പേ
ഒരിഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഇഷ്ടം എന്തുകൊണ്ടോ നടന്നില്ല. അതിങ്ങനെ പോയി. ഞങ്ങൾ രണ്ടും രണ്ട് വഴിക്കായി. ഇപ്പം രണ്ടുപേരും ഒറ്റയ്ക്കായപ്പോ വീണ്ടും ഒന്നിച്ചു. മക്കളും അവിടുത്തെ മക്കളും ഇവിടുത്തെ മക്കളും എല്ലാം മരുമക്കളും എല്ലാം എന്തോ 2 ആൺമക്കളാണ് അദ്ദേഹത്തിന്. എനിക്ക് 2 പെൺകുട്ടികളാണ്. ഒരു മരുമാനുണ്ട്. അവരെല്ലാം സപ്പോർട്ട് തന്നെയാണ്. അവരുടെ സപ്പോർട്ടാണ് ഇവിടെ വരെ എത്തിച്ചത്. 40 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം. അതെ 40 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം. 40 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എന്ന അവസാനം ഒരുത്തം പറയുന്ന കേട്ടില്ലേ? അവിടെയാണ് മൊത്തത്തിൽ കയ്യിന്ന് പോയത്. ചേച്ചിയോട് കഥ പറയുമ്പോൾ ചേച്ചി നല്ല വൃത്തിക്ക് തുടക്കത്തിൽ പറയുന്നുണ്ട്. 40 വർഷം മുമ്പേ അയൽക്കാരായിരുന്നു, ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ചേച്ചിക്കായിരുന്നു ഇഷ്ടമെന്ന് ചേച്ചി പറയുന്നില്ല. ചേട്ടൻ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ വൃത്തിക്ക് പറയുന്നുണ്ട്. അതായത് ചേട്ടനൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, ചേട്ടൻ ആ ഇഷ്ടം അറിയിക്കാൻ ശ്രമിച്ചതാണ്, പക്ഷെ അറിഞ്ഞില്ല എന്ന് ചേട്ടൻ പറയുന്നുണ്ട്. ഇവിടെ ഈ വീഡിയോയിലാണെങ്കിലും തുടക്കത്തിൽ ചേച്ചി പറയുന്നതും 40 വർഷങ്ങൾക്ക് മുമ്പ് അറിയായിരുന്നു, ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്നേ പറയുന്നുള്ളൂ. അല്ലാതെ 40 വർഷം ഞങ്ങളങ്ങ് ഇഷ്ടപ്പെട്ടുകൊണ്ട് നടക്കുമായിരുന്നു എന്നല്ല. കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടു, ഇവിടെ വെച്ച് തരുന്നില്ല. അത് വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. മനസ്സിലായോ? ആ കമൻറ്റുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 40 കൊല്ലമായിട്ട് നീ നിൻ്റെ ഭർത്താവിനെ പറ്റിക്കുമല്ലേ, ആ കിളവൻ്റെ ഭാര്യയെ പറ്റിക്കുമല്ലായിരുന്നോ, നിങ്ങൾ തമ്മിൽ ഡിങ്കോൾഫി അല്ലായിരുന്നോ, നിങ്ങളുടെ മക്കള് അയ്യേ നാണമില്ലാത്ത മക്കള് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് അവരാധിക്കുക. ഒന്ന് മനസ്സിലാക്ക്. അവരാധിക്കുന്നതിന് മുമ്പ് 40 വർഷം മുമ്പ് അറിയായിരുന്നു, ഇഷ്ടം ഉണ്ടായിരുന്നു, അത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്താ ഇവിടെ ആർക്കും ഇഷ്ടങ്ങളൊന്നും ഇല്ലേ? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. 50 60 വയസ്സുള്ള ചേട്ടന്മാരും ചേച്ചിമാരും അല്ലെങ്കിൽ 40 വയസ്സുള്ള ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ പറ. നിങ്ങൾക്ക് നിങ്ങളുടെ ചെറിയ 18 19 20 വയസ്സുകളിലൊന്നും നിങ്ങൾക്ക് ആർക്കും പ്രണയങ്ങളൊന്നും ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ തോൽവിയെന്നേ എനിക്ക് പറയാനുള്ളൂ. മനുഷ്യരാകുമ്പോൾ പ്രണയിക്കൂടെ, അതിനത്ര വലിയ തെറ്റൊന്നുമില്ല. എൻ്റെ കണ്ണിൽ തെറ്റൊന്നുമില്ല പ്രണയിക്കുന്നതിന്. നിങ്ങളുടെ കണ്ണിൽ തെറ്റുണ്ടാ പ്രണയിക്കുന്നതിന്? നിങ്ങളുടെ കണ്ണിൻ്റെ കുഴപ്പമെന്നേ എനിക്ക് പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. അവരും പ്രണയിച്ചു, അല്ലെങ്കിൽ ആ ചേട്ടൻ ആ ചേച്ചിയെ പ്രണയിച്ചു, പക്ഷേ പരിപാടി നടന്നില്ല, അത്രേ ഉള്ളൂ. അവർ വയസ്സാങ്കാലമായപ്പോഴത്തേക്ക് അവർ ഓക്കെ, പണ്ട് പരിചയമുള്ള ആൾക്കാർ ഓക്കെ, 2 പേർക്കും ചേട്ടൻ ചിലപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ചേട്ടനപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഓക്കെ, അറിയാവുന്ന ആള് ചേച്ചിയും ഓക്കെയാണ്, ഒറ്റയ്ക്കുള്ള ജീവിതം മടുത്തു, 2 പേരും കൂടെ കല്യാണം കഴിച്ചു, സുഖമായിട്ട് അവർ ജീവിക്കാൻ പോകുന്നു. സുഖമായിട്ട് ജീവിക്കട്ടെ, വർഷങ്ങളോളം ജീവിക്കട്ടെ എന്നേ ഞാൻ പറയുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ അവരെ കുത്തിക്കിടന്ന് അവരാധിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. എന്താണെങ്കിലും ഇവർ 2 പേരും കൂടി കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് ഇൻ്റർവ്യൂ കൊടുത്തു. അവിടെ ഇവരോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സൈബർ ബുള്ളിങ്, വരുന്ന അപരാധ തെറികൾ, ഇതിനെപ്പറ്റി എല്ലാത്തിനെ പറ്റിയും ചോദിക്കുന്നുണ്ട്. അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി. സെയിം ഏജ് ആണോ രണ്ടുപേരും? 59 and 66. ഓക്കെ. എന്താണ് ഈ ഒരു സമയത്ത് വിവാഹത്തെ പറ്റി ചിന്തിക്കുന്നതിനുള്ള ഒരു ഫസ്റ്റ് ഒരു തോട്ട് വരുമല്ലോ, അത് എവിടുന്നായിരുന്നു? അങ്ങനെ ഒരു ഒറ്റപ്പെടലിന്റെ ഒരു ഇത് വന്നപ്പോ ഇതിനെപ്പറ്റി ആലോചിച്ച് നല്ലൊരു സാഹചര്യം ഒത്തു വന്നു, ആളും ഒത്തു വന്നപ്പോ മക്കളെല്ലാം സപ്പോർട്ടീവ് ആയിരുന്നു. അവരും ഒരു ഗ്രീൻ സിഗ്നൽ കാണിച്ചു, അവിടെ മക്കളുടെ ഒരു ഗ്രീൻ സിഗ്നൽ കാണിച്ചു. അന്നേരം പിന്നെ ഇത് നമുക്ക് നേരത്തെ അറിയാവുന്നവര്, ഫാമിലിയൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവർ, അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. പിന്നെ പുതിയൊരാളെ കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അതിൽ നിന്നും സേഫ് ആയിട്ടൊരു ഇതാണ് തോന്നുന്നു. എങ്ങനെയായിരുന്നു തുടക്കം? തുടക്കം ചെക്കന്മാരെ കുറിച്ച് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇദ്ദേഹം അറിയാവുന്ന ആളായിരുന്നു, കുറെ കാലമായിട്ട് വീട്ടിൽ സ്ഥലത്തില്ലായിരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് കണ്ടിട്ടുണ്ട്, പിന്നെ ഒരു അറിവില്ല. ഞങ്ങൾ 2 പേർക്കും 2 ഫാമിലി ഉണ്ടായി. അതിൽ ഞങ്ങൾ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാ പാർട്ട്നേഴ്സിനെ ഞങ്ങൾക്ക് 2 പേർക്കും നഷ്ടപ്പെട്ടു. അതെ. അപ്പോൾ പിന്നെ ഒറ്റയ്ക്കായി ജീവിതം. ചേട്ടനും അതുപോലെ തന്നെ 5 വർഷമായിട്ട് ഒറ്റയ്ക്കാണ്, ഞാൻ 10 വർഷമായിട്ട് ഒറ്റയ്ക്കാണ്. അങ്ങനെ കഴിഞ്ഞ് പോയിക്കൊണ്ട് മക്കളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് അവരുടേതായ തിരക്കും, അവരൊക്കെ വളരെ ലവിങ് ആണ്, കെയറിങ് ആണ്. പക്ഷെ എന്നാലും നമുക്കൊരു സ്പേസ് അവിടെ ഒഴിഞ്ഞു കിടക്കല്ലേ. അങ്ങനെ വന്നപ്പോ എല്ലാം അവിചാരിതമായിട്ട് സംഭവിച്ചതാ. ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവത്തിന്റെ ഒരു തീരുമാനം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒറ്റപ്പെടല് അതിനെപ്പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ശോചനീയമായി പോകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആ വാക്ക് പറഞ്ഞപ്പോൾ തന്നെ ഒരു വല്ലാത്ത ഫീലിങ്. ഒറ്റപ്പെട്ടിരിക്കുന്ന ആൾക്കാർ കാണുമല്ലോ അല്ലേ? ഈ വീഡിയോ കാണുന്നതിനകത്ത് തന്നെ കാണും. നിങ്ങളുടെ വിഷമം നിങ്ങൾക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ, അപ്പുറത്തെ വീട്ടിലെ ജാനകൻ ചേട്ടനോ ജാനകി ചേച്ചിക്കോ അറിയാൻ ചാൻസ് ഇല്ലല്ലോ, അല്ലേ? പിന്നെ ഈ കമൻ്റ് ഇടുന്നതിനകത്തൊക്കെ
ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, അതായത് ഇവരെ കൂത്തിയിരുന്ന് അപരാധിക്കുന്നവരാടാ, ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെയൊക്കെ വീട്ടിലും കാണും അച്ഛനും അമ്മയൊക്കെ. എന്തെങ്കിലും ഒരു ദിവസം അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അഫ്കോഴ്സ് സംഭവിക്കുന്ന കാര്യമാണ്. എങ്കിലും നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ അച്ഛൻ ഒറ്റയ്ക്കാവുക അല്ലെങ്കിൽ അമ്മ ഒറ്റയ്ക്കാവുക, അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ എന്തെങ്കിലും അവരോടൊന്ന് ചോദിച്ചു നോക്കണം. കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവർ ഒറ്റയ്ക്കാകുന്ന ആ ഒരു ദിവസം കഴിഞ്ഞ് ഒരു ദിവസം തൊട്ടൊരു 1-2 വർഷം കഴിഞ്ഞിട്ട് അവരോട് പോയി ചോദിക്കണം, എങ്ങനെയുണ്ട് ജീവിതം, സുഖമാണോ എന്ന്. ചെവിക്കല്ല് നോക്കി തരും. മനസ്സിലായോ? ഒറ്റയ്ക്കുള്ള ജീവിതം അത് ജയിലിൽ പോയി കിടക്കത്തില്ലേ, അതിനേക്കാട്ടിൽ നരകമായിരിക്കുമല്ലോ. ജയിലിൽ കിടന്ന അനുഭവം ഇല്ല, എന്നാലും പറയുക. കാരണം അതിനകത്ത് വേറെ 5-6 ആൾക്കാർ കാണും എന്തെങ്കിലുമൊക്കെ കഥ പറഞ്ഞിരിക്കാൻ. ഇത് ഒറ്റയ്ക്കൊരു വീട്ടിലായിപ്പോയി, മക്കളൊക്കെ ജോലിക്ക് പോയി, ഒരാളും ഇല്ല. വൈകിട്ട് മക്കളൊക്കെ ഇന്നത്തെ കാലഘട്ടത്ത് മക്കളൊക്കെ വൈകിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാലും എല്ലാവരും ഇതായിരിക്കും അല്ലേ? വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും ഒന്നും മിണ്ടാൻ പോലും ആരും കാണത്തില്ല. ശോചനീയമായിരിക്കും അവരുടെ അവസ്ഥ. ഇതിൻ്റെ ഒരു ചെറിയ വേർഷനിലൂടെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാകും. ഒറ്റയ്ക്ക് മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ ഫാമിലിയിൽ നിന്നൊക്കെ മാറി ഒറ്റയ്ക്ക് വീടെടുത്ത് ഞാൻ സ്റ്റുഡിയോ പോലെ ചെയ്ത് ഞാൻ അവിടെ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇടയ്ക്ക് കൂട്ടുകാരെ കാണാൻ ഇറങ്ങും, അത്രേ ഉള്ളൂ. പിടികിട്ടിയോ? ഇടയ്ക്ക് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങും, അതല്ലാതെ ഒറ്റയ്ക്കാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ഏജ് ആയതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല. കുറച്ചൊക്കെ അങ്ങോട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ ശോചനീയമാകും ഇത്, എനിക്കറിയാം. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഒറ്റപ്പെടലിൻ്റെ മറ്റേ സാധനം ഉണ്ടല്ലോ, അത് മനസ്സിലാവുന്നവർ തെറി പറയാൻ പോകത്തില്ല ഇവരെ, അല്ലാത്തവർ ഇറങ്ങും. അങ്ങനെയുള്ള കുറേ എണ്ണങ്ങളാണ് ഇറങ്ങി കൂത്തിയിരുന്ന് അങ്ങോട്ട് അപരാധിക്കുന്നത്. എന്തിനാടേ? അവര് സുഖമായിട്ട് ജീവിക്കട്ടെ. അടുത്ത വീഡിയോ പറയുന്നുണ്ടായിരുന്നു, ഞാൻ മാമിന്റെ മക്കളുടെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പറയുന്നുണ്ടായിരുന്നു 40 വർഷം മുമ്പ് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു മനസ്സിൽ, പക്ഷെ അതങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാനോ അതങ്ങോട്ട് കണക്ട് ആവാനോ ഒന്നും പറ്റാണ്ട് പോയി. അതിനുശേഷം ഇത് വീണ്ടും കറങ്ങി തിരിഞ്ഞു വരുന്നു എന്നൊക്കെ ഉള്ളത്. അന്ന് നിങ്ങൾ കണ്ടുകൂട്ടിയപ്പോ ഒരു ലെറ്റർ ഞാൻ എഴുതി കൊടുത്തായിരുന്നു, പക്ഷെ പുള്ളിക്കാരി വായിച്ചതുമില്ല, എനിക്കത് കണ്ടതുമില്ല, അറിഞ്ഞതുമില്ല. അതെ, അത് വീട്ടിൽ കൊണ്ട് ഫാദറിന് കൊടുക്കാനുള്ള ഒരു ഇതിനകത്ത് വെച്ചാ കൊടുത്തത്. ബുക്കിലെന്തോ അല്ലേ? അന്നേരം നേരിട്ട് കൊണ്ട് ഞാൻ ഫാദറിനെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു, അതുപോലെ ഞാൻ കൊണ്ട് കൊടുത്തു. നോക്കിയതൊന്നുമില്ല. അതിന്റെ അകത്ത് അങ്ങനെ ഒരു ലെറ്റർ ഉണ്ടാവുമെന്ന് ചിന്തിച്ചില്ല. ഇല്ല, അതിനെ പറ്റി ഒരു സൂചനയും തന്നില്ലായിരുന്നു. സാധാരണ ഫാദറിന് കൊടുക്കാനായിട്ട് ഓരോ മീറ്റിംഗ്സിന്റെ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ബുക്സ് അവിടുന്ന് തരുമായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു. അതുപോലെ ആയിരിക്കും എന്ന് കരുതി കൊണ്ട് കൊടുത്തതാണ്. ഫാദറും അപ്പൊ അത് തുറന്നു നോക്കിയില്ല. ഡയറി പോലൊരു സാധനം ആ ടേബിളിലോട്ട് വെച്ചു. പിന്നെ മനസ്സിലായി അത് ഞാൻ കണ്ടിട്ടില്ല എന്ന് മനസ്സിലായപ്പോ. കണ്ടിട്ടില്ലെന്നല്ല, അവിടെ ഡെലിവറി ചെയ്ത് ചിലപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്റെ ഫ്രണ്ടിൽ വിട്ടിട്ട് അത് തിരിച്ചു മേടിച്ചു. അതെ, അന്നേരം പിന്നെ ഇപ്പഴാ മീറ്റ് ചെയ്യപ്പോഴാ അറിഞ്ഞ ആ ലെറ്റർ കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല, ആ ഫാദറും കണ്ടിട്ടില്ല. അതെ, അന്ന് ഭയങ്കര സങ്കടം തോന്നിയിരുന്നോ? ഇല്ല, അന്ന് അങ്ങനെ വലിയ പ്രണയമൊന്നും അല്ലായിരുന്നു. ആ സമയത്തൊക്കെ അത്രയാണ്, ഒന്ന് കാണുക, ഒന്ന് ചിരിക്കുക, അല്ലെ മാക്സിമം ഒന്ന് മിണ്ടുക, അത്രേ ഉള്ളല്ലോ. എടുത്ത് ചിരിച്ചിട്ട് പോലും ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നോക്കിങ്ങനെ നോക്കൊന്നല്ല, ചിരിച്ച് കണ്ടിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ 40 വർഷമായിട്ട് മറ്റേ കട്ട പ്രണയമായിരുന്നു. ചേട്ടൻ്റെ ഭാര്യയെ പറ്റിച്ചു, ചേച്ചിയുടെ ഭർത്താവിനെ പറ്റിച്ചു എന്ന് പറയുന്ന ആൾക്കാർ ഇതൊന്ന് കേൾക്കണം. അവർ വളരെ ക്ലീൻ ആയിട്ട് പറയുന്നുണ്ട് എന്തായിരുന്നു. ചേട്ടൻ പണ്ടൊരു ലെറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ചേച്ചി കണ്ടില്ല. മനസ്സിലായോ? അറിഞ്ഞു പോലുമില്ല ചേച്ചി. അന്നൊന്നും ചേച്ചി അറിഞ്ഞിട്ടേ ഇല്ല. ഇന്നാണ് ചേട്ടൻ ചോദിക്കുമ്പോൾ അതൊന്നും കണ്ടിട്ട് പോലും ഇല്ല എന്ന് പറയുന്നത്. ആ മനുഷ്യൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ദൈവമേ ഞാൻ അന്ന് എഴുതി കൊടുത്തത് കണ്ടുപോലും ഇല്ലല്ലോ ഇപ്പോഴായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷെ ദൈവം തന്നെ, അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തി തന്നെ ആയിരിക്കാം ഇന്ന് അവരെ ഒന്നിപ്പിച്ചത് അല്ലേ? നന്നായിട്ട് ജീവിക്കട്ടെ അവര്. നമുക്ക് ബാക്കി കേൾക്കാം. അന്ന് SLC കഴിഞ്ഞിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുമായിരുന്നു. ഞാൻ അന്നേരം അവിടെ വർക്ക് ചെയ്യായിരുന്നു കുറച്ച്. അങ്ങനെയാണ് കണ്ടത്. കുറെ കുട്ടികളുണ്ടായിരുന്നു. ഇന്ന് ലക്ഷ്മി അന്ന് ഒരു ആകർഷണമായിരുന്നു. അത് കൊണ്ടൊന്ന് ഒരു എന്റെ സൈഡിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യമാണല്ലേ എല്ലാവരും 40 വർഷത്തെ പ്രണയം തെറ്റിദ്ധരിച്ചത്. അപ്പം എല്ലാവരും സ്വാഭാവികമായിട്ടും 40 വർഷത്തെ പ്രണയം. അപ്പൊ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ പാർട്ട്നേഴ്സിനെ അങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങളാണ് വന്നത്. അതില് സ്വാഭാവികമായിട്ട് തിരക്കിന്റെ ഇടയ്ക്ക് കുറച്ചു നേരം നിന്ന് സംസാരിച്ചതിൽ നിന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നല്ലേ? അതെ, അന്നേരത്തെ നമ്മൾ ഇത്രയും പ്രിപ്പയർ ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നല്ലോ ചോദിക്കുന്നതിന് ആൻസർ പറയുന്നു. ആ സിറ്റുവേഷൻ ഒന്ന് ഫേസ് ചെയ്യാന്നുള്ളതല്ലോ. 40 വർഷം മുമ്പ് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, അതിപ്പോ സബലീകരിച്ചു എന്നാണ് മാം കൺവേ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ അത് വേറൊരു തരത്തിലേക്ക് തെറ്റിദ്ധരിക്കുന്നത്. അത് മുഴുവൻ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ചില പോയിന്റ്സ് മാത്രമേ ഹൈലൈറ്റ് ചെയ്തത്. അതെ, അതാണ് വന്ന ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്.
മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയക്കാർ ഈ സാധനം കൊണ്ട് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് മൊത്തത്തിൽ ചക്ക കുഴയുന്ന കണക്ക് കുഴയും. അതാണ് അവിടെ സംഭവിച്ചത്, അല്ലാതെ വേറൊന്നുമല്ല. ക്ലിയർ ആയില്ലേ? ഇനിയിപ്പോൾ കുറേ കമൻറ്റുകൾ വീണ്ടും വരും. പിരിഞ്ഞു, 4 ദിവസം മാത്രം ജീവിച്ച് അവരുടെ സോക്കേട് തീർത്ത് അവരടിച്ചു പിരിഞ്ഞു, അങ്ങനെയുള്ള കമൻറ്റുകളും കണ്ടായിരുന്നടേ. 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും പിരിഞ്ഞങ്ങ് പോകും. പ്രായത്തിൻ്റെ ആ സോക്കേട്ട് തീരുമ്പോഴത്തേക്ക് 2 വഴിക്ക് അങ്ങോട്ട് പോകും. ഇടേ എന്തിനടേ, എന്തിന്? ഞാനിനിയും പറയുന്ന വെറുതെ ആണെന്ന് ആരും പറഞ്ഞുകൊണ്ട് വരണ്ട. ഈ ചാനൽസ് ഉണ്ടല്ലോ, നമ്മുടെ ഓൺലൈൻ മീഡിയ ചാനൽസ്, ഒന്ന് പോയി നോക്കണം. അവരുടെ ഇവരെ പറ്റിയിട്ടുള്ള അന്നത്തെ കല്യാണ വീഡിയോകളുടെ അടിയിലെ കമൻസ് ഒന്ന് പോയി നോക്കിയാൽ മതി. പലയിടത്തും ഇതുപോലത്തെ, ഇതൊന്നും അല്ല, ഇതിനെക്കാട്ടിലും അപരാധിച്ച സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്. ഞാനപ്പോൾ ആലോചിച്ച് എന്ത് കാര്യത്തിനിത്? അത്യാവശ്യം കല്യാണം കഴിച്ച് എന്താണ് സാധാരണ നമ്മളെല്ലാവരും പറയാറുണ്ട്, ഈ ഫേസ്ബുക്കിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് അപ്പാപ്പന്മാരും അമ്മാമ്മമാരും ഒക്കെ കുത്തിയിരുന്ന് അപരാധം എഴുതുന്നതെന്ന്. ഈ ഒരു വിഷയത്തിൽ നേരെ തിരിച്ച. കാരണം ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും ഇവരെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മനസ്സിലാവും. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്ക്, ഒറ്റപ്പെടലിലൂടെ പോകുന്നവർക്ക് അവർക്ക് മനസ്സിലാവും. പിടികിട്ടിയോ? അവർക്കേ മനസ്സിലാവൂ. അതല്ലാതെ കല്യാണം കഴിക്കാത്തവർക്കും ജസ്റ്റ് കല്യാണം കഴിച്ചങ്ങോട്ട് ഇരിക്കുന്നവർക്കും മറ്റേ അങ്ങോട്ട് ഹണിമൂണൊക്കെ കഴിഞ്ഞ് പൊളിച്ചോണ്ടിരിക്കുന്നവരില്ലേ, അവർക്കൊക്കെ ഇത് കാണുമ്പോൾ ചൊറിയും. മനസ്സിലായോ? പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറും. ഒറ്റയ്ക്കാവുന്ന ഒരു ദിവസം വരുവാണെങ്കിൽ, രണ്ടുപേരും ഒന്നിച്ച് അങ്ങനെയുള്ള ഭാഗ്യമൊക്കെ കിട്ടുവാണെങ്കിൽ വലിയ കാര്യം കേട്ടോ. ഞാൻ അങ്ങനെയാണ് പറയുന്നത്. എനിക്കും എൻ്റെ പാർട്ട്ണറിനും ഒന്നിച്ച് അതേപോലെ അങ്ങോട്ട് ദൈവത്തിൻ്റെ അടുക്കിലോട്ടൊക്കെ ചെല്ലാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം നല്ല കാര്യം. അതാ നല്ലത്. അതല്ലാതെ ഒരാൾ ഒറ്റയ്ക്കായി പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, തീർന്നവിടം കൊണ്ട് നാട്ടുകാരുടെ ആട്ടും തുപ്പും ഇതുപോലത്തെ ഒറ്റയ്ക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു കല്യാണം കഴിച്ചാൽ പിന്നെ അതിൻ്റെ പേരിൽ അപരാധം ഇതൊക്കെ കേൾക്കേണ്ട വരും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ 2 മക്കളുണ്ടല്ലോ, ഇവരുടെ 2 പേരുടെയും ഈ ആൻറ്റിയുടെ 2 പെൺമക്കൾ മാത്രമാണ് ഇപ്പം ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. ആ വ്യക്തിയുടെ, ആ പുള്ളിയുടെ, നമ്മുടെ ചേട്ടൻ്റെയും മക്കൾ ഉണ്ട്. അവരെല്ലാവരും ഇനിഷ്യേറ്റീവ് എടുത്താണ് കല്യാണം നടത്തിയത്. എല്ലാവർക്കും നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങൾ സൂപ്പറാണ്, ഇങ്ങനെ വേണം ചെയ്യാൻ. മനസ്സിലായോ? അല്ലാതെ ഒറ്റയ്ക്ക് വീട്ടിൽ പൂട്ടിയിട്ടേക്കരുത് അച്ഛനെ അമ്മയൊന്നും. അവരവരുടെ ആഘോഷിക്കട്ടെന്നേ. ഈ 2 പെൺമക്കളുണ്ടല്ലോ, അവർ പറയുന്നുണ്ട്, അവരല്ല എനിക്ക് തോന്നുന്നു ഈ ലേഡി തന്നെ പറയുന്നുണ്ട്, മോളുടെ കുഞ്ഞിനെ കുറേ നാൾ നോക്കുമായിരുന്നു, 10 വയസ്സോളം ആ കുഞ്ഞിനെ നോക്കി. പിടികിട്ടിയോ? മോള് രാവിലെ ജോലിക്ക് പോകും. എറണാകുളത്തു നിന്ന് കൊല്ലത്ത് പോയാൽ ജോലി ചെയ്യുന്നത്. 3:30 എണീറ്റ് 5 മണിക്കത്തെ ട്രെയിനിന് പോകുമ്പോൾ വൈകിട്ട് 8 മണിയാവും വരാൻ. പകല് മൊത്തം മോളുടെ കുഞ്ഞിനെ 10 വർഷത്തോളം നോക്കി. അത് കഴിഞ്ഞപ്പോൾ മോള് തന്നെ പറഞ്ഞു, അമ്മ ഇത്രയും നാൾ നോക്കിയല്ലോ, മതി, ഇനി അമ്മ ഹാപ്പി ആയിട്ട് ജീവിക്ക്, അമ്മ കല്യാണം കഴിക്കുക, അമ്മ അങ്ങോട്ട് ചില്ലിയായി. ഇങ്ങനെയൊക്കെ പറയണം മക്കള്. പിടികിട്ടിയോ? നമ്മൾ മാത്രം സന്തോഷിച്ചാൽ പോരല്ലോ. ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ അച്ഛനമ്മമാരും അവരവരുടെ വഴിക്ക് വിടുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കട്ടെ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ അങ്ങോട്ട് പറയുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വ്യൂ.